എൻ്റെ അടുത്ത് ഈയിടെ ഒരു യുവ ക്രിക്കറ്റ് കളിക്കാരൻ OPD വന്നിരുന്നു. അദ്ദേഹത്തിന് കുറെ നാളായിട്ട് നടുവേദന അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് ബൗളിംഗ് ചെയ്യുന്നതിനിടെ. ആദ്യമൊക്കെ അത് ഒരു സിമ്പിൾ മസിൽ സ്ട്രെയിൻ ആണെന്ന് കരുതി അദ്ദേഹം അതിനെ നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ പതിയെ പതിയെ ഓരോ മാച്ചസ് കഴിയുന്തോറും അദ്ദേഹത്തിന്റെ വേദന കൂടിക്കൂടി വരികയും ഇപ്പോൾ അദ്ദേഹത്തിന് തീരെ ബോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള അത്ലറ്റുകളിൽ നടുവേദന ചിലപ്പോൾ സിമ്പിൾ സ്ട്രെയിൻ അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ ആകണമെന്നില്ല. അത് നട്ടെല്ലിനെ ബാധിക്കുന്ന സ്ട്രെസ് ഫ്രാക്ചർ ആയിരിക്കാം. നമസ്കാരം, വെൽക്കം ബാക്ക് ടു സ്പൈൻ ഫോക്കസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നട്ടെല്ലിനെ ബാധിക്കുന്ന സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ സ്പോണ്ടൈലോലൈസിസ് എന്നതിനെ കുറിച്ചാണ്. നട്ടെല്ലിലെ കശേരുവിലെ ഈ ഒരു ചെറിയ ഭാഗത്തെയാണ് നമ്മൾ പാർസ് ഇന്റർ ആർട്ടിക്കുലാരിസ് എന്ന് പറയുന്നത്. സ്പോർട്സ് താരങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിക്കറ്റ് അല്ലെങ്കിൽ അത്ലറ്റിക്സ്, ജിംനാസ്റ്റിക്സ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്നീ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരുടെ നട്ടെല്ല് പലയാവർത്തി പിന്നോട്ട് വളയുകയും തിരിയുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ നട്ടെല്ലിലെ പാർസ് ഇന്റർ ആർട്ടിക്കുലാരിസ് എന്നീ ഭാഗത്ത് ഫ്രാക്ചർ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു സ്ട്രെസ് ഫ്രാക്ചർ ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും ഈ അത്ലറ്റുകൾ നടുവേദന മിക്കവാറും ഒരു മസിൽ സ്ട്രെയിൻ ആണെന്നാണ് വിചാരിക്കുക. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എക്സ്റേ നോർമൽ ആയിരിക്കും. അവർ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും വീണ്ടും മാച്ചസ് കളിക്കാനായിട്ട് നോക്കും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കളിക്കുന്നത് വഴി നട്ടെല്ലിലെ ആ ചെറിയൊരു ക്രാക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഫ്രാക്ചർ ആയിട്ട് മാറാനാണ് സാധ്യത. സ്പോർട്സ് താരങ്ങളിൽ നടുവേദന പ്രത്യേകിച്ച് ബാക്കിലോട്ട് വളയുന്ന സമയത്ത്, റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേദന മാറാതിരിക്കുക, ഓരോ മാച്ച് കഴിയുന്തോറും വേദന കൂടിക്കൂടി വരിക, 6 ആഴ്ചയായിട്ടും മാറാതെ നിൽക്കുന്ന നടുവേദന ഉണ്ടെങ്കിൽ ഒരു CT അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്ത് നട്ടെല്ലിൽ സ്ട്രെസ് ഫ്രാക്ചർ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഈ സ്ട്രെസ് ഫ്രാക്ചറിന്റെ ചികിത്സ ഈ സ്ട്രെസ് ഫ്രാക്ചർ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നത് അനുസരിച്ചാണ്. നേരത്തെ തന്നെ ഈ ഫ്രാക്ചർ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുന്നത് വഴിയും റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പി വഴിയും നമ്മുടെ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പോസ്റ്ററിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയും കംപ്ലീറ്റ് ആയിട്ട് ഈ ഫ്രാക്ചർ ഹീൽ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ വളരെ ലേറ്റ് ആയിട്ടാണ് ചികിത്സ തേടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മരുന്നുകൾ കൊണ്ട് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ വഴി വേദന മാറാതെ നിൽക്കുകയാണെങ്കിൽ അതിന് സർജറി വേണ്ടി വന്നേക്കാം. ഈ സർജറി നമ്മൾ പാർട്സ് റിപ്പയർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഫ്രാക്ചർ വന്ന ഭാഗത്ത് നമ്മൾ നേരിട്ട് സ്ക്രൂസ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നട്ടെല്ലിലെ വഴക്കം പഴയ തോതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർക്ക് തിരിച്ച് സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോകുവാൻ സാധിക്കുന്നു. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സ്പോർട്സ് താരത്തിന് ബാക്ക് പെയിൻ, പ്രത്യേകിച്ച് ബാക്കിലോട്ട് വളയുന്ന സമയത്ത് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ സിമ്പിൾ സ്ട്രെയിൻ ആണെന്ന് കരുതി അതിനെ നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. നേരത്തെ തന്നെ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചാൽ സർജറി ഒഴിവാക്കാം എന്നത് മാത്രമല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്ടിംഗ് കരിയർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും.